ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ലഭിച്ചിരിക്കുന്ന വിഷയം കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നുള്ളതാണ്. യോശുവ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തോട് ചേർന്ന് ദൈവത്തെ അറിയുവാനും സാക്ഷിക്കുവാനുമായിട്ടുള്ളൊരു ദിവ്യ അനുഭവമാണ് കുടുംബ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നുവെന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി പഠിപ്പിക്കുകയും സാക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയെപ്പറ്റി 3 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, കുടുംബ ബന്ധങ്ങളിലെ കെട്ടുറപ്പും ഐശ്വര്യവും നിലനിർത്തുവാൻ കുടുംബ പ്രാർത്ഥന സഹായകമാകുന്നു. ആധുനിക ലോകത്ത് വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ കുടുംബ പ്രാർത്ഥന സഹായകമാകുന്നു. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും മുൻപോട്ട് പോകുവാൻ ഇത് സഹായകമാകുന്നു. ശുദ്ധന്മാരായ പല പിതാക്കന്മാരും കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ഉയർത്തി കാണിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന കുടുംബം ദൈവത്തോട് ചേർന്നിട്ടുണ്ട്. ഓരോ അനുഭവത്തിലും നിർമ്മലതയുടെ വൈശിഷ്ട്യം ഉയർത്തി കാണിക്കുവാൻ കുടുംബ പ്രാർത്ഥന സഹായകമായിട്ടുണ്ട്. കുടുംബ ബന്ധത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ വീഴ്ചകളെയും ഒരു ശക്തമായ ഒരുക്കമായി നമുക്ക് കുടുംബ പ്രാർത്ഥനയെ കാണാം. രണ്ടാമതായി, കുടുംബ പ്രാർത്ഥനയിലൂടെ തലമുറകളുടെ ഐശ്വര്യവും അനുഗ്രഹവും പ്രാപിക്കുവാൻ സാധിക്കുന്നു. സങ്കീർത്തനം 128 പറയുന്നത്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കും. കൃത്യമായി പ്രാർത്ഥിച്ച് അനുഭവിച്ചു വരുന്ന ഓരോ കുടുംബവും ഓരോ വ്യക്തിത്വങ്ങളും നല്ലൊരു മാതൃകയാണ് ശേഷിപ്പിക്കുന്നത്. പരിശുദ്ധനായ ഇഗ്നാത്യോസ് പറയുന്നത് പോലെ, പ്രാർത്ഥനാ അനുഭവങ്ങൾ കുടുംബ ബന്ധങ്ങളെ ഉദ്ധരിപ്പിക്കുകയും വിശുദ്ധിയുടെയും നന്മയുടെയും പാത ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു. ഇതൊരു പ്രകാശിത അനുഭവമായി മാറും. രൂപാന്തര ജീവിതത്തെ ട്രാൻസ്ഫർ, ട്രാൻസ്ഫിഗറേഷൻ, ട്രാൻസ്ഫോർമേഷൻ എന്ന 3 തലത്തിൽ പറയുന്നത് പോലെ കുടുംബ ബന്ധങ്ങളിലും തലമുറകളിലും ഈ ഒരു അനുഭവം ശ്രേഷ്ഠമായി തീരും. മൂന്നാമതായി, നന്മതിന്മകളെ തിരിച്ചറിയുവാനും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും കുടുംബ പ്രാർത്ഥന സഹായകമാകുന്നു. ആധുനിക വാർത്താ മാധ്യമങ്ങളും സിനിമാ സീരിയലുകൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ചെലുത്തുന്ന ഒരു മായിക പ്രപഞ്ചമുണ്ട്. അതിലുപരിയായ ഒരു അനുഭവം സൃഷ്ടിക്കുവാൻ പ്രാർത്ഥിച്ചു വരുന്ന ഒരു തലമുറയ്ക്ക് സാധിക്കുന്നു. കുടുംബ പ്രാർത്ഥനയിലൂടെ സാത്താന്റെ ബന്ധനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നു. പൂർവ്വശാപങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അകലുവാനും സാധിക്കുന്നു. സമൂഹവുമായി നല്ലൊരു ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും സഹോദരന്മാരെ തിരിച്ചറിയുവാനും ബന്ധുമിത്രാദികളെ കരുതുവാനും കുടുംബ പ്രാർത്ഥന ഒരു സഹായമായി തീരും. അതിലുപരി യഹോവ ജ്ഞാനം പ്രാപിച്ച് ബുദ്ധിയിലും ബുദ്ധിസ്ഥിരതയിലും വളരുവാനും സാധിക്കുന്നു. വിശുദ്ധീകരണത്തിനും ആത്മസാക്ഷ്യം ഉൾക്കൊള്ളുവാനും കുടുംബ പ്രാർത്ഥന നമ്മൾക്ക് സഹായമായി തീരുന്നു. ആ ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.